വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും. നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ പുതിയ കാലത്തിന്റെ ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, CH ബൈപ്പാസ്, വണ്ടൂർ. മരുമകന്റെ വെട്ടേറ്റ് അമ്മായിയമ്മ കൊല്ലപ്പെട്ടു. വണ്ടൂർ നടുവത്ത് ചേന്തംകുളങ്ങരയിൽ വരിച്ചാലിൽ സൽമത്താണ് മരുമകന്റെ വെട്ടേറ്റ് മരിച്ചത്. 52 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 4:30 സംഭവം. സൽമത്തിന്റെ മകൾ സജനയുടെ ഭർത്താവ് 36-കാരനായ കല്ലിടുമ്പ് സമീറാണ് വെട്ടിയത്. ഇവർ എല്ലാവരും ഒരുമിച്ചാണ് താമസം. ചൊവ്വാഴ്ച രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ സമീർ വൈകിട്ട് വീട്ടിലെത്തി കയ്യിൽ കരുതിയ തേങ്ങ വലിക്കുന്ന വലിയ കത്തി ഉപയോഗിച്ച് സജനയെ വെട്ടാനൊരുങ്ങുകയായിരുന്നു. ഇതിനിടെ സജന കുട്ടികളുമായി പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ഈ സമയം പുറത്ത് പാത്രം കഴുകുകയായിരുന്ന സൽമത്തിനെ പിന്നിൽ നിന്ന് നിന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് വെട്ടുകയായിരുന്നു. നിലത്തു വീണതിനു ശേഷം നിരന്തരം വെട്ടുകയും ചെയ്തു. തുടർന്ന് ചവിട്ടുകയും ചെയ്തെന്ന് സൽമത്തിന്റെ മകൾ സജന പറഞ്ഞു. തലക്ക് ഗുരുതര വെട്ടേറ്റ സൽമത്ത് സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു വീണു. കൈപിടിച്ച് മരണം ഉറപ്പുവരുത്തിയാണ് സമീർ പുറത്തിറങ്ങിയത്. ഓടിക്കൂടിയ നാട്ടുകാർ സമീറിനെ തടഞ്ഞു വെക്കുകയായിരുന്നു. പിന്നീട് വണ്ടൂർ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. സൽമത്തിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സമീർ നിരന്തരം ഭാര്യയെയും മക്കളെയും അമ്മായിയമ്മയെയും ഉപദ്രവിക്കുക പതിവാണ്. ഭാര്യ സജനയെയും കൊല്ലപ്പെട്ട സൽമത്തിനെയും ഉപദ്രവിക്കുന്നതിനെ തുടർന്ന് വണ്ടൂർ പോലീസിൽ സ്ഥിരമായി പരാതിയുണ്ടാവാറുണ്ട്. നിലമ്പൂർ ഡിവൈഎസ്പി വർഗീസ്, വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ അജേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമൊരുക്കി ലൈസ. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം. ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.